ഹായ് ഡിയേഴ്സ്, ഏവർക്കും PS വ്ളോഗിലേക്ക് സ്വാഗതം. ഓണമിങ്ങെത്തി. ഓണത്തിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണ്ടേ? ഇന്ന് നമുക്കൊരു പായസം തയ്യാറാക്കാം. ഇന്നുണ്ടാക്കാൻ വേണ്ടി പോകുന്ന പായസമാണ് വെർമിസെല്ലി പ്രഥമൻ. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഈ പായസത്തിലെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് വെർമിസെല്ലി, അതുപോലെ തന്നെ ചൗവരിയാണ്. അപ്പം വെർമിസെല്ലി ഇത് വറുക്കാത്ത വെർമിസെല്ലിയാണ്. ഇത് നമ്മൾ വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് നെയ്യിൽ. അതുപോലെ തന്നെ ഇത് ചൗവരിയാണ്. ചൗവരി ഞാനൊന്ന് വെള്ളം ഒഴിച്ച് ഇത്തിരി തിക്കായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇത് എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് പ്യുവർ വൈറ്റ് കളറിലായിരിക്കും ചൗവരി ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കുറച്ച് തിക്കുമാണ്. ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 2 ഗ്ലാസ് വെള്ളത്തിൽ 1 ഗ്ലാസ് വെള്ളം പൂർണ്ണമായിട്ടും വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു തിക്നെസ്സിൽ കിട്ടാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ ചൗവരി വേവിച്ചെടുക്കുക. പിന്നെ നമുക്ക് നെയ്യ് ആവശ്യമാണ്. ഞാനിവിടെ മിൽമയുടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഇനി വേണ്ടത് ശർക്കര പാനിയാണ്. ഈ ശർക്കര ചെറിയൊരു പീസ് ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കി അതിനെ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് തേങ്ങാപ്പാലാണ്. നമ്മൾ തേങ്ങാപ്പാലിലാണ് ഈ പ്രഥമൻ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. തേങ്ങാപ്പാലിൽ ഇത് 8 ഗ്ലാസ് വെള്ളത്തിൽ ആണ് ഞാൻ തേങ്ങാപ്പാൽ തയ്യാറാക്കിയിട്ടുള്ളത്. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. 1 തേങ്ങയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉണക്കമുന്തിരി, അതുപോലെ തന്നെ ഏലക്ക, പിന്നെ കാഷ്യൂനട്ട്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പായസത്തിന് വേണ്ടി വേണ്ടത്. നമുക്ക് ആവശ്യമുള്ള എമൗണ്ടിൽ ഇതെടുക്കാവുന്നതാണ്. അതായത് കിസ്മിസും കാഷ്യൂനട്ടും പിന്നെ ഏലക്ക ഒരു 3 ഏലക്ക, ചെറിയ ഏലക്ക മതിയായിരിക്കും. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള അളവിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ അധികം കിസ്മിസ് ആയി പോകരുത്, കാരണം കുറച്ച് പുളിപ്പായി പോകും. അതുകൊണ്ട് അധികം ആകരുതെന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ ടോട്ടൽ ഇവിടെ ഒരു 11 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് 8 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുള്ളത്. 1 ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര പാനിയും 2 ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ചൗവരി ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് നന്നായിട്ട് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ചൗവരി തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും 1 ഗ്ലാസ് വെള്ളം വറ്റി പോയിട്ടുണ്ട്. പിന്നെ ഇനി 10 ഗ്ലാസ് വെള്ളത്തിലുള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിനെ നമുക്ക് പായസം റെഡിയായിട്ട് വരുമ്പോൾ ഏകദേശം 8 ഗ്ലാസ് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി കണക്കാക്കിയുള്ള പായസം നമുക്ക് കിട്ടും. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തു. നമ്മളതിലേക്കൊരു ചീനിച്ചട്ടി വെച്ചു. ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചീനിച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആദ്യം കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. സ്റ്റീം അല്പം കുറച്ച് വയ്ക്കുക. കഴിയുമെങ്കിൽ ലോ സ്റ്റീം തന്നെ വയ്ക്കുക. എന്നിട്ട് അതിനൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് കാഷ്യൂനട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ കാഷ്യൂനട്ട് റെഡി ആയിട്ടുണ്ട്. കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് മതിയാകും. ബാക്കിയുള്ള നെയ്യിൽ നമുക്ക് ഈ വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഫ്രൈ ചെയ്ത വെർമിസെല്ലി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അതാണ് വാങ്ങുന്നതെങ്കിൽ ഇത്രയും നേരം ഇതിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നെയ്യിൽ ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. സ്റ്റീം നന്നായിട്ട് കുറച്ച് തന്നെ വെച്ചിരിക്കുക, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായി കുറച്ച് വെച്ചിരിക്കുക. അങ്ങനെ നമ്മുടെ വെർമിസെല്ലി ഏതാണ്ട് ഫ്രൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ തിളപ്പിക്കാനായിട്ട് പോവുകയാണ്. നമുക്കതിന് വേണ്ടിയുള്ള പാത്രം എടുക്കാം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ പായസം തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അതേ പാത്രത്തിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക.
ഇതിലൊരു പകുതി തേങ്ങാപ്പാലാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നാൽ പകുതി നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. പകുതി തേങ്ങാപ്പാലെടുത്ത് നമുക്ക് അപ്പോൾ ആദ്യം തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഓൺ ചെയ്തു. ഇതിലേക്ക് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വേണ്ട നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്ത തേങ്ങാപ്പാൽ ഏകദേശം തിളയ്ക്കാറായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കലക്കി കൊടുക്കാം. കാരണം അടി പിടിക്കാൻ പാടില്ല, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് കലക്കി കൊടുക്കുക. എപ്പോഴും വേണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് കലക്കി കൊടുക്കുക. അതുപോലെ തന്നെ കഴിവതും അടച്ച് വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് നമ്മുടെ പശുവും പാൽ അതുപോലത്തെ പാൽ പോലെ തന്നെയാണ്, ഇതും പൊങ്ങി വരും. അതുകൊണ്ട് നമ്മൾ കഴിവതും തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഇതിൽ ചേർക്കേണ്ട നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലിയാണ്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, കുറച്ചുകൂടെ ഒന്ന് തിളയൊക്കെ നന്നായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാവുന്നത്. കണ്ടോ, നമ്മുടെ തേങ്ങാപ്പാൽ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ വെർമിസെല്ലി ആഡ് ചെയ്യാം. പിന്നെ വെർമിസെല്ലി നമ്മളിതിൽ ആഡ് ചെയ്തു, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. ഈ പ്രഥമൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചവ്വരി അതുപോലെ തന്നെ വെർമിസെല്ലിയാണ്. ചവ്വരി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് സ്റ്റീം ഒന്ന് കൂട്ടി കൊടുക്കാം, ഫുൾ സ്റ്റീമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും. അടി പിടിക്കാതെ ശ്രദ്ധിക്കുക എന്നേ ഉള്ളൂ. ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, നമ്മുടെ പ്രഥമൻ ഇങ്ങനെ തിളച്ച് വരെയാണ്. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അതിലേക്ക് ആഡ് ചെയ്യാം. കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ പായസം ഈ ഒരു നിറമായിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു നിറത്തിലാണ് നമ്മുടെ പായസം ഇപ്പോൾ ആയിരിക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്കതിനെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാവുന്നതാണ്. നമ്മുടെ പ്രഥമൻ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. കണ്ടോ, മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട്. വെർമിസെല്ലിയും ചവ്വരി നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അതിനൊപ്പം ഈ തേങ്ങാപ്പാൽ കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ മാത്രമേ നമുക്കടുത്ത് തേങ്ങാപ്പാൽ മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പ്രഥമ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ വെർമിസെല്ലി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിനൊപ്പം ചവ്വരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഏകദേശം കളർലെസ് ആയിട്ടുണ്ട്. വെർമിസെല്ലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റീം കുറച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ആഡ് ചെയ്യാവുന്നതാണ്. അതിനൊപ്പം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്ക ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വറുത്ത് കോരി വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് ഇത് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ശർക്കരപ്പാനി ഇനി ചേർത്ത് കൊടുക്കാം. അഥവാ ഇനി ശർക്കരപ്പാനി ചേർക്കാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം പഞ്ചസാര ആഡ് ചെയ്താലും മതിയായിരിക്കും. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയോ ശർക്കരപ്പാനിയോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഹൈ ഫ്ലെയിമാണ്. നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ പാലും ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ പായസം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു തിക്നെസ്സാണുള്ളത്. നമുക്ക് ഈ ഒരു തിക്നെസ് മതിയാകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തേങ്ങാപ്പാലാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പിന്നെ അതുപോലെ തന്നെ ചൗരിയുണ്ട്. അപ്പം കൂടുതൽ തിക്നെസ് അത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അത് തിക്കൻഡായിക്കോളും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു തിക്നെസ് മതിയായിരിക്കും. ഉണ്ടോ, ഒഴിക്കുമ്പോൾ ഈ ഒരു തിക്നെസ് ഉണ്ട്. നമുക്ക് ഈ ഒരു തിക്നെസ് ആകുമ്പോഴത്തേക്കും ഇതിനൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തു. ഇനി നമുക്കിതിനെ മൂടി സൂക്ഷിക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പായസം മൂടി സൂക്ഷിച്ച് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല മണമാണ്. നല്ല തിക്കൻ്റായിട്ടുള്ള പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ഈ ഒരു തിക്നെസ് നമുക്ക് ഇത് കിട്ടും. നമുക്കിത് കോരി കഴിക്കാവുന്ന ഒരു ലെവലിലേക്ക് ഈ പായസം എത്തിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇതൊരു വെറൈറ്റിയാണല്ലേ. നമ്മൾ സാധാ അടപ്രഥമനും കടലപ്രഥമനും ഒക്കെ തയ്യാറാക്കാറുണ്ട്. ഇത് വെർമിസെല്ലി വെച്ച് നമുക്കൊരു ഡിഫറൻ്റായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാകണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.